ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ. അത് ചിക്കൻ മലായി ആണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റി. പിന്നെ സൂപ്പർ കൂൾ ഒരു ഒരു ഷോപ്പിംഗ് ആണ്. ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ചെറിയ പൈസ കിട്ടുന്ന ഐറ്റംസൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയതിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്പി കാണാം. ചിക്കൻ മലായി ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പീസസൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാനോ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ എടുക്കാം. കുറച്ച് മുമ്പ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അവിടെ വച്ചേക്കാണ്. പിന്നെ ഒരു 1.5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ജിഞ്ചർ ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലീസും ജിഞ്ചറും ഗാർലിക്കും കുറച്ച് കൂടുതൽ, കാരണം ചൈനീസാണ് കേട്ടോ, അതുകൊണ്ടിട്ടാണ്. ആദ്യം തന്നെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. സോ ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോഴേക്കും നമ്മുടെ ഗാർലിക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഗാർലിക് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം ഗാർലിക്കിൻ്റെ ഒരു ഇച്ചിരി കൂടുതൽ സ്മെല്ല് വേണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റ്. കുറച്ച് ജിഞ്ചർ കൂടി ചേർത്ത് കൊടുത്തു. ഒരു 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണിത്. ഇനി ചോറിനാണ് കഴിക്കണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി മണം വരുന്ന സമയത്ത് നമുക്കിത് ഈ സവാളയും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇതും വഴറ്റി ട്രാൻസ്പെറൻ്റ് ആക്കി ഒന്ന് എടുക്കണം. അപ്പോൾ ആവശ്യമാണെങ്കിൽ സോൾട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എല്ലാം റെഡിയായി ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പെപ്പർ പൗഡർ ആദ്യം ഒരു ഇച്ചിരി ചേർത്തു, പിന്നെ എനിക്ക് വേണമെന്നൊന്ന് വീണ്ടും ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഗരം മസാലയാണ്. പിന്നെ മല്ലിപ്പൊടി, ഈ ഒരു ഐറ്റം മാത്രം മതി, ഇനി വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് കാഷ്യൂനിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിനും പച്ചമണം ഉണ്ടാകും കേട്ടോ ഈ കാഷ്യൂന്. സോ അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു കുത്തലൊക്കെ പോവും കാഷ്യൂൻ്റെ. അതിനുശേഷം ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടിയിൽ ഇച്ചിരി പിടിക്കും കേട്ടോ ഈ കാഷ്യൂനട്ടിൻ്റെ ഇത് പേസ്റ്റ് ചേർത്തത് കൊണ്ടിട്ട്. അത് സാരമില്ല, നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും അത് ഓക്കെ ആയിക്കോളും. ഇനി ഈ ചിക്കനും ഇതുപോലെ ഇളക്കി ഇളക്കി വൈറ്റ് കളറിലേക്ക് വേണം. ആ സ്കിന്നില്ല ഇതിന്, അതിൻ്റെ ആ ടോപ്പ് ലെയർ ഉണ്ടല്ലോ, അത് നല്ല വൈറ്റ് കളറിലേക്ക് വരണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ക്രീം എന്ന് പറയുന്നത് മെയിൻലി ഇതിൽ ചേർക്കുന്നത് യോഗേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് തൈര്, പുളിയില്ലാത്ത തൈര് എടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ക്രീമിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ പോകുന്നത്. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അങ്ങ് വെന്തോളും കേട്ടോ. അപ്പോൾ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് 2-3 ഏലക്ക ഇതുപോലെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി. അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം കേട്ടോ. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 10-15 മിനിറ്റിൽ റെഡിയാവും കേട്ടോ. എന്നിട്ട് ഫ്രഷ് ക്രീം ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇതാണ് അതിൻ്റെ മെയിൻ. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഫ്രഷ് ക്രീമും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു പുളി ബാലൻസ് ചെയ്യുള്ളൂ. യോഗട്ടിൻ്റെ ചെറിയ പുളി ഉണ്ടല്ലോ അത്. പിന്നെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും അധികം പുളിയില്ലാത്ത യോഗട്ട് തന്നെ ഉപയോഗിക്കണം, എന്നാലാണ് സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പത്തിൻ്റെയും അതുപോലെയുള്ള എല്ലാ പലഹാരങ്ങളുടെ കൂടെയും കഴിക്കാൻ പറ്റും. ഇനി ചോറിനാണെങ്കിൽ കുറച്ചും കൂടി എരിവ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഒരല്പം ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ 2-3 പച്ചമുളക് എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ടാണ് ഇളക്കി കൊടുക്കുക. ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഗ്യാസിൻ്റെ ആവശ്യമില്ല. നല്ല ടെക്സ്ചറിലുള്ള തിക്ക് ഗ്രേവിയിലുള്ള നമ്മുടെ ചിക്കൻ മലായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. ആ സമയത്ത് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, ഞാനത് പിറ്റേ ദിവസത്തേക്ക് തന്നെ കുക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാറ്. മിക്കപ്പോഴും തന്നെ ഞാൻ നൈറ്റിലാണ് കുക്ക് ചെയ്യുക. പിറ്റേ ദിവസത്തേക്കും കൂടി അങ്ങ് കുക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ രാവിലെ നമുക്കിതങ്ങ് എടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റൊക്കെ പറയണം കേട്ടോ, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഷോപ്പിങ്ങിനാണ്. Lugggage.
ആണോ? ഇനി only 10 dirhams. Wow, ceramic pots. ലബുബു ഓൾറെഡി 3 ഉണ്ട്. ഇനി എന്തിനാ? വേണ്ട, നോ, 3 ഉണ്ട്. ഇത് നോക്കിയേ, ഗോൾഡൻ വൺ. I love this. Different kinds of plates ഉണ്ട്. Wow, ഇതിങ്ങനെ ഉണ്ട്. Super cool. I don't know why. മറ്റേ മൊറോക്കൻ ഡിസൈൻസ് ഉള്ളത് ആണോ? എടുത്തോ. ഇതെങ്ങനെയുണ്ട് അപ്പാ? പപ്പ ഇതെടുക്കട്ടെ എന്നാ? പപ്പ വാട്ട് അബൌട്ട് ദിസ് വൺ? സെയിം ഫ്ലവേഴ്സ്. ഇത് നല്ലായിരുന്നു. നല്ല രസം. മാർബിൾ പോലെ ഉണ്ട് കാണാൻ. പക്ഷെ മാർബിൾ അല്ല, പ്ലാസ്റ്റിക്കാ. റോസിന്റെ ഫ്ലവർ വേണ്ട. ഇത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ആയിക്കോട്ടെ. എങ്ങനത്തെ പോലത്തെ? അങ്ങനത്തെ ഒന്നും ഇല്ല. നോക്ക്, വേഗം നോക്ക്. ഇവിടുന്ന് അവിടെ വരെ ഉണ്ട്. എടാ മോളി ഇരിക്കും, നോക്കി. ഇത് വേണോ? പിങ്ക് വൺ വേണോ? ഇത് കൊള്ളാലോ. ഇതോ? ഇതെങ്ങനെ കുടിക്കും? കുപ്പി തന്നെയാണോ ഇത്? ഇത് കുപ്പിയാണ് കേട്ടോ. ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യണ കുപ്പി? അത് ഇതൊന്ന് തിരിച്ച് ഫിക്സ് ചെയ്യോ? 20 dirhams. ബ്രെഡ് കട്ട് ചെയ്യണ ജസ്റ്റ്. I understand that. ഇനിയിപ്പോ എന്താ? ഇത് കൊള്ളാലോ. വാവ്, 20 dirhamത്തിന്റെ ആണ്. സൂപ്പർ കൂൾ. ഇതുണ്ട്, നല്ല രസമുണ്ട് ആക്ച്വലി. ദിസ് വൺ. Where are you going? Okay. സ്കൂളിൽ ഇതാണോ ഇനി കൊണ്ടുപോണേ? സ്കൂളിൽ ഇതാണോ കൊണ്ടുപോണേ? പോടാ. എന്താ? ഇത് കൊള്ളൂല അമ്മച്ചി, തൊട്ട് നോക്കിയ കനവില്ലെന്ന്. ഇതൊന്നും കൊള്ളില്ല, കാനമൊന്നും ഇല്ല. നമ്മുടെ എന്ത് കാന? ഇത് ടച്ച് ചെയ്ത് നോക്കിയ പൂ പോലെ ഇരിക്കും. ഇതൊക്കെ പൂവും ഈ കോട്ടിങ്ങോ. പക്ഷെ ഈ വൈറ്റ് ആണ് നല്ല രസമുണ്ട് ആക്ച്വലി. പക്ഷെ ഇതിനൊക്കെ ഒന്നും കാനേ കണ്ട. പാട്ടതേ നോക്കിയ പാട്ട്. Which one? Elsa. This is also Elsa, ma'am. Elsa. Celebrate. മറ്റേ കുപ്പി കണ്ടല്ലോ. സ്നാക്സ് കൊടുത്തൂടെ? അത് മതി. 10,000 പാത്രം ഒരെണ്ണം എനിക്കും. ചൈനി വൺ. ഗുഡ് മോർണിംഗ്. എത്രയാ വന്നെ നോക്കിയേ? 6 dirhams അല്ലേ ഉള്ളു? പപ്പ എടാ മേടിച്ചു തന്നെയാണ്. മതിയോടാ ചക്ര?
വെരി ഗുഡ് കോൾ. ഇത് നോക്കിയേ. നോക്കിയേ ഗ്ലാസിന്റെ നല്ല അടിപൊളി കളക്ഷൻസ്. ടു മച്ച് കളക്ഷൻസ്. ദാറ്റ് ഈസ് എന്താ എൻ്റെ പേര്? മറ്റേ ബോള്. ബോൾ. ഇതൊക്കെ 11 dirhams ഉള്ളൂ കേട്ടോ. എനിക്ക് ഇത് അടിപൊളി. സൂപ്പർ. ഗ്ലാസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. It's a heart. You're hiding the heart inside. Yeah. So look at here. No, see? Here it is law. Okay. Innu, can you tell what is inside? Innu, can you tell what is inside? Can you tell what is inside? Let me see. What is that? That. It don't kill me. പല്ല് ഷേക്ക് ആവുന്നില്ലേ? സൂപ്പർ കൂൾ ഡിസൈൻസ്. This is Glass super bottles. cool. Superman too. I'm the king of the Labubu. പപ്പാനില്ലേ പെപ്പറും സാൾട്ടിൻ്റെ പെപ്പർ ക്രഷ് ചെയ്യാനുള്ള ഐറ്റംസ്. ദെൻ പെപ്പർ ആൻഡ് സോൾട്ട് ഇട്ട് വയ്ക്കാനുള്ള ബോട്ടിൽസ്. LED lights. Labubu only 10 dirhams അല്ലേ? I like the dirhams song. Yeah. മതിടാ. ഒരു സ്റ്റിക്കർ എടുത്താ മതി എന്നാ. ഇനി ലബുബു ഓൾറെഡി 3 ഇല്ല. ഇനി ഒരു സ്റ്റിക്കർ എടുത്താ പോരെ? വാ ഇങ്ങ് എടുത്തിട്ട് വാ. ലെറ്റ്സ് ഗോ. ഓടി വാടാ. വാഷബിൾ ആണോ? ഇത് ട്രൈ ആക്കിയിട്ട് കിട്ടാ പോരാ. തിരിച്ചു വെച്ചപ്പോ തിരിച്ചു കാണിച്ച ഇതല്ലേ അപ്പൊ. സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ട ഹെഡ്ജോഗ് Mouse. ഉമ്മിച്ച് എനിക്ക് അന്ന് മേടിച്ചോണ്ട് വന്ന പോലത്തെ ബാഗുണ്ട്. സൗദി പോയപ്പോ മേടിച്ച ബാഗ് പോലത്തെ ബാഗ്. ഇന്നത് ഫാഷനാണോ നോക്കി? ഹോൾഡ് ചെയ്ത് നോക്കട്ടെ. എന്റെ ഡ്രസ്സിന് നല്ല ലുക്ക് അറ്റ് മീ. വാട്ട് ഇഷ്ടം പോലെ ബാഗിന്റെ കളക്ഷൻസ് ഉണ്ട്. ഓയ് funny girl. Oh, super. Thank you. പപ്പേ എനിക്ക് പറ്റിയ വലിയ ബാഗ് ഉണ്ടോന്ന് ഞാൻ നോക്കി നടക്കാണ്. പിന്നെ എന്റെ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കണം മാത്രം. കുഞ്ഞു ബാഗ്സ് ഇതെല്ലാം. Papa, how's this? ഇതൊക്കെ നല്ല രസമുണ്ട് ആക്ച്വലി. ഇത് നോക്കി പക്ഷെ നല്ല ക്യൂട്ട്. I love this small one. വലിയ കളക്ഷൻസ് ആണ് കേട്ടോ. ടു മച്ച് ബാഗ്സ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ടു മച്ച് ബാഗ്സ് ഉണ്ട് എന്ന് പറഞ്ഞ. ഇവിടെയും പൈസ ഉണ്ട്. എല്ലാ ബാഗ്സിനും 20 dirhams ഉള്ളു. ഡിഫറെൻറ്റ്.
ഹായ് ഗേസ്, അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നിൻ്റെ ലബൂബു, സീക്രട്ട് ലബൂബു ആണ് ആക്ച്വലി. സ്ലീപ്പിംഗ് സോ ബ്യൂട്ടിഫുൾ. അയ്യ, കുഞ്ഞാപ്പിക്ക് ചുമ പിടിച്ചു. ബ്യൂട്ടിഫുൾ അല്ലേ? പ്രിറ്റി വൺ. എല്ലാവരും പറയും ഇത് ഡെവിലിൻ്റെ ടോയ് ആണ്, പക്ഷെ നമുക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടാണ് കേട്ടോ. ഇത് 4th one ആണ് ഇന്നത്തെ. ദിസ് വൺ ഫ്രോസൻ്റെ ഒരു ബോട്ടിലാണ്, സെലിബ്രേറ്റ് ദ സീസൺ ടുഗെദർ. പിന്നെ ഒരു എൽസയുടെ തന്നെ, ഫ്രോസൻ്റെ തന്നെ ഒരു ലഞ്ച് ബോക്സ് മേടിച്ചു. അപ്പോൾ ഇതാകുമ്പോഴേക്കും നമുക്ക് ഫുഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കൊക്കെ ഒന്നും മിക്സ് ആവത്തില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. ഇങ്ങനെ മിക്സ് ആവുന്നത്, സ്മെല്ല് സ്പ്രെഡ് ആവുന്നതൊന്നും ഇഷ്ടമല്ല. ഒറ്റ ബോക്സിൻ്റെ ഉള്ളിലാവുമ്പോഴേക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് പാർട്ടീഷനുള്ള ബോക്സസ് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഒരുമിച്ചല്ല ഇരിക്കുക, ഒറ്റ ക്യാപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ സെപ്പറേറ്റ് ക്യാപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാതെ നട്ട്സ്, ഫ്രൂട്ട്സ്, മെയിൻ ഫുഡ് ഒക്കെ ഇതിനകത്ത് ഒരുമിച്ച് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സോ ഇറ്റ്സ് നൈസ് വൺ. ഇത് ബാക്കിൽ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, സ്ക്രബ് ചെയ്യുന്നതിൻ്റെയാണ് 2 എണ്ണം. ഇത് മാത്രമുള്ളതാണ്, സ്ക്രബ്ബർ മാത്രമുള്ള ടൈപ്പ്, ബട്ട് ലുക്കിംഗ് സോ ക്യൂട്ട്. ദിസ് വൺ ഈസ് നമ്മുടെ സാധാരണ ലൂഫ പോലെ ഉണ്ട്. ബാക്കിൽ ഇങ്ങനെ നല്ല ബ്രഷും കൂടി ഉള്ളതാണ്. ബോട്ടിലൊക്കെ കഴുകാനുള്ള ബ്രഷ്, ബാത്റൂമിനുള്ള ബ്രഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതാകുമ്പോഴേക്കും നമുക്ക് ഫംഗസ് ബാധയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി എന്താ പറയുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമല്ലോ കത്തി വെച്ചിട്ട്. അപ്പോഴേക്കും അതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഒക്കെ വരുമോ, അല്ലെങ്കിൽ തടിയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരുമോ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സ്റ്റീലാണെങ്കിൽ. സോ ഐം ജസ്റ്റ് ട്രൈയിങ് ദ സ്റ്റീൽ ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അതിനുവേണ്ടി മേടിച്ചാണ്. പിന്നെ കുറച്ച് ബാറ്ററീസ് ഉണ്ട്, കുറച്ച് ലൈറ്റിലൊക്കെ ഇടാൻ. അതുപോലെ തന്നെ ലൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, LED ലൈറ്റ്സ്. സോ നമുക്കിനി കുക്കിംഗ് വീഡിയോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിടാം കേട്ടോ. പിന്നെ ഇതും അതെ, കുക്കിംഗ് വീഡിയോസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷീറ്റാണ്, നല്ല കട്ടിയുള്ളൊരു ഷീറ്റാണ്. സോ ഇപ്പം ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്ര സ്പേസ് ഒന്നും ഉണ്ടാവില്ല. സോ നമുക്കിത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഫോം ഉണ്ടാക്കുന്ന, ലാദർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ്. അപ്പം ഇതന്നെ ഇലക്ട്രിക് മിൽക്ക് ഫ്രോത്തർ. അതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് ക്യാപ്പിച്ചിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ഷുഗർ ഇടാം, എന്നിട്ട് നന്നായിട്ട് ഇത് വെച്ച് ബീറ്റ് ചെയ്യാം. അപ്പം വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, ഷുഗർ ഇടുക, പിന്നെ കുറച്ച് ബ്രൂ കോഫി പൗഡറൊക്കെ ഇടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം പാലൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ക്യാപ്പിച്ചിനോ റെഡിയാണ്, ഈസി ആയിട്ട്. സോ അതിനുവേണ്ടി മേടിച്ചാണിത്. പിന്നെ ഒരു 3-pin പ്ലഗ്. ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇറ്റ്സ് വർക്കിംഗ്. സ്പീഡ് ഇങ്ങനെ കൂട്ടാൻ പറ്റും. ഓരോ സ്പീഡിൻ്റെ ലെവൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഉണ്ടോ, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ആക്ച്വലി. ഇതിൻ്റെ ചാർജർ കേബിളും ഉണ്ട് കേട്ടോ. ഇത് ഇലക്ട്രിക്, നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതുവരെ ഞാൻ ഉള്ളതെല്ലാം ബാറ്ററി വെച്ചിട്ടുള്ളതായിരുന്നു. ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്ന ചാർജബിൾ ആയിട്ടുള്ളത്. സോ ഐ എം ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ഹിയർ. എനിക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. പിന്നെ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന ഐറ്റംസിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം വർക്കാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം. സോ ഞെക്കിയപ്പോൾ തന്നെ എന്തൊക്കെയോ ഓടിഞ്ഞ് ചാടി. ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ലെറ്റ്സ് സീ വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട്. ഇറ്റ്സ് വർക്കിംഗ്. ഇതിന് അയച്ചിടണം നല്ലതായിട്ട്, അപ്പോഴായിരിക്കും കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവുക. നല്ല ലോങ് ആണെന്ന് തോന്നുന്നു കേട്ടോ വയറ്. ഇത് ഞാൻ പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ എയർ ഫ്രയറിൽ ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്പ്രേയറാണ് കേട്ടോ. ഇത് റിയലി യൂസ്ഫുൾ ആണ്. ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ മതി സ്പ്രേ ചെയ്യാൻ. ഈവൻ ഫോർ നമ്മുടെ അല്ലാത്ത കുക്കിങ്ങിലാണെങ്കിൽ കുറച്ച് തവ ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇത് മുട്ട പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ മേശവരിയിൽ ഇടാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ഷീറ്റ്
ഷീറ്റാണ്. സോറി, മേശവിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റാണല്ലോ അല്ലേ, മേശയിലിടാൻ മേടിച്ച ഷീറ്റ്. ഇത് ഞാൻ മേടിച്ചൊരു ബാഗ് 11 റംസേ ഉള്ളൂ കേട്ടോ. പക്ഷെ കാണാൻ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ബാഗ്. ചുമ്മാ നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ടൂ മച്ച് ഐറ്റംസ് എനിക്ക് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ നല്ല ബാഗൊക്കെ വീട്ടിൽ വെച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്താൽ മതിയല്ലോ, സ്കൂളിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞാപ്പിക്ക് കുറച്ച് ഉടുപ്പുകൾ ഇതുപോലത്തെ വാങ്ങിച്ചു. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ബനിയനാണിത്. പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ള സ്വാഡിൽ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ, ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള. അതിനകത്തൊരു ക്യൂട്ട് അനിമിയൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ലുക്കിംഗ് നൈസ്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ എന്താണ്, വേറൊരു ഉടുപ്പും കൂടി മേടിച്ചു, ഒരു യെല്ലോ. ഐ ലവ് ദിസ് എ ലോട്ട്. ഗേൾ ബേബി ആയതുകൊണ്ട് സ്വാഡിൽസ് ഇട്ടല്ലേ എപ്പോഴും കാണുക, അപ്പോൾ ഗേളായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതുകൊണ്ട് നല്ല ഹാർട്ടൊക്കെയുള്ള അടിപൊളി ഒരു പുലിക്കളി ഡ്രസ്സ്, ഫുൾ സ്വാഡിൽ കൈൻഡ് ഓഫ് തന്നെയാണ്. പിന്നെ അവൾക്ക് ഒരു തലേണ വാങ്ങിച്ചു. ആക്ച്വലി കുഞ്ഞു ബേബികൾക്ക് തലേണ ഒന്നും വയ്ക്കാത്തതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കൂ, ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് പ്ലെയിൻ ആയിട്ടുള്ള തലയിൽ ഇങ്ങനെ കിടത്തിയാൽ മതി. അവരുടെ തല ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ, ലേറ്റർ ഇറ്റ് വിൽ ബി ഓക്കെ. ബട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു പില്ല വെച്ച് കൊടുക്കുന്നു, അവർക്ക് സൈഡിലേക്ക് തലയൊക്കെ ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പില്ലോ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറയട്ടെ, ഈ ജോലിയൊക്കെ അന്വേഷിച്ച് വരുന്നവർക്ക് ഇതുപോലത്തെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ കോട്ടൊക്കെ വേണം, അല്ലെങ്കിൽ ജോലി പ്രവേശിച്ചു കോട്ടൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതേപോലെ എവറിഡേ സെൻറ്റേഴ്സിലൊക്കെ 20 ദിറത്തിനൊക്കെ കിട്ടും കേട്ടോ, നല്ല അടിപൊളി കോട്ട്സ്. അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നു. ഇത് പിന്നെ വേസ്റ്റ് ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞാപ്പി കരഞ്ഞ് ബഹളുണ്ടാക്കി. ഇതെന്താണെന്നറിയോ, ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് എടുത്ത് പൊക്കാം. ഇത് പൊക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ ബാത്റൂമിലൊക്കെ ഹോൾസിൽ അവിടെ നിന്നൊക്കെ ഹെയറൊക്കെ എടുത്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. നല്ല ഹെൽപ്ഫുള്ളാണ്. കൈ കൊണ്ടൊക്കെ എടുക്കാനായിട്ട് കുറച്ച് അറപ്പൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഫൈബർ പ്ലേറ്റ്സ് ആണ് കേട്ടോ. ഫൈബർ പ്ലേറ്റ്സ് 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കളേഴ്സിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഗ്രീനാണ്. പിന്നെ അതേ ചെക്സ് കളേഴ്സൊക്കെ. ഇത് എയർ റിഫ്രഷ്നറാണ് കേട്ടോ. ഇത് നമുക്ക് ഊതിൻ്റെ സ്മെല്ലുള്ളതാണ്. എവിടെയെങ്കിലും ഇടാം, നമ്മൾ ബാത്റൂമിൽ ഇടാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ബാത്റൂമിലാകുമ്പോഴേക്കും ഊതിൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കാണുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ്, ഡിസ്പോസിബിൾ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ 40 ഗുളിയുടെ പരിപാടിയൊക്കെയാണ്. കുഞ്ഞുണ്ടായിട്ട് 40 ഗുളി ഫംഗ്ഷനിലെ അതിൻ്റെ പരിപാടിയാണ് നാളെ നൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ബിരിയാണിയൊക്കെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നാളെ കാണാം ഡിയേഴ്സ്. സ്റ്റേ ഹാപ്പി.